ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിച്ചണിൽ നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നാടൻ പപ്പായ, കപ്പങ്ങ അങ്ങനെയൊക്കെയാണല്ലോ ഓരോ സ്ഥലത്തും പറയണത്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കപ്പങ്ങ എന്നാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു തോരനുണ്ടാക്കാം. ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ നോക്കി ഇതിനകത്ത് ഒരു കുരു പോലും ഇല്ല. ഇങ്ങനത്തെ കപ്പങ്ങ ഉണ്ടാവാറുണ്ടോ? ഇത് ഒരു 2 കുഞ്ഞിത് മാത്രം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. സാധാരണ ദൂരം കുരു ഉണ്ടാവാറല്ലേ, എന്താണെന്നറിയില്ല കേട്ടോ. പപ്പായ തോരന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, പപ്പായ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഉപ്പ്, ഒരു 5-6 ചുമന്നുള്ളി, ജീരകം, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, നമ്മുടെ സ്വന്തം കരിവേപ്പില. ഇത് ലാസ്റ്റ് പീസാണ്, ഇനി ഉണ്ടാവില്ല. ഇനി അടുത്ത വർഷം ഏപ്രിലൊക്കെ ആവണം അതൊന്ന് നാമ്പായിട്ട് വരണമെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ളത്. ഇന്ന് ഞാൻ രാവിലെ എൻ്റെ ചിറ്റയെ വിളിച്ച് ചിറ്റയോട് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചു. ഇതൊക്കെ നമ്മൾ പഴയ കാലം മുതൽ ചെയ്യണതാണെങ്കിലും ഇടയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിറ്റ പറഞ്ഞതനുസരിച്ച് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഞാൻ ആദ്യം ഒരു അല്പം വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഇതിനകത്ത് വേവിക്കാൻ വെച്ചു. ചീഞ്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ജീരകം, കാന്താരി മുളക്, കരിവേപ്പില കുറച്ചിടാം. ബാക്കി നമുക്ക് ഇവിടെ കടുക് വറുക്കും വേണം. ഇത്രയും നമുക്ക് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം കേട്ടോ. നോക്കാം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണമെന്ന് പറയണേ. ഇനി നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, ഇത് നിർമ്മലിൻ്റെ ആണ്, കോക്കനട്ട് ഓയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണ. വേറൊരു ബ്രാൻഡായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ കിട്ടുന്നില്ല. ഇതാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. ഇതുള്ളി ഇപ്പം തണുപ്പായതുകൊണ്ട് നമുക്കിതിങ്ങനെ കുത്തിയെടുക്കണം. അത് കണ്ടോ, ഇങ്ങനെ വരുന്നേ. അപ്പം ഇത് കുത്തി വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇച്ചിരി വേണം അല്ലേ? ഓക്കെ, ഇതിട്ടു. ഇനി ചൂടാവട്ടെ കേട്ടോ. കടുകിടണം, മുളകിടണം. ഇവിടെ ദേ കപ്പങ്ങ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. അധികം വേവില്ലല്ലോ കപ്പങ്ങയ്ക്ക്, അധികം വെള്ളം ഒഴിച്ചില്ല ഞാനിത് നന്നായിട്ട് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മതിയല്ലോ അല്ലേ? നിങ്ങൾ വേറെ സ്റ്റൈലിലാണ് വെക്കണമെങ്കിൽ പറയണേ. ഞാനിതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നിർമ്മലിൻ്റെ കോക്കനട്ട് ഓയിലാണ്. ഇതിങ്ങനെ കട്ട കൂടി ഇരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കുത്തിയെടുത്തു മാത്രം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കടുകിട്ട് നോക്കാം. കുഞ്ഞിക്കടുക നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കടുകിട്ടു. ഇനി നമ്മുടെ നാടൻ മുളക്, ഞങ്ങളൊക്കെ അവിടെ കൊല്ലമുളക് എന്നാണ് പറയുന്നത്. കൊല്ലമുളക് ഞാൻ മുറിച്ചിടാം അല്ലേ, അപ്പോഴല്ലേ നല്ല സ്വാദ് കിട്ടുന്നത്. ഇതിട്ടു. ഇനി തീ കുറയ്ക്കാം. തീ കുറച്ചു. ഈ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, കാരണം എല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമല്ലോ. അതിന് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് നോക്കട്ടെ എന്തോരായിരുന്നേ. ഇത് ഓൾമോസ്റ്റ് വെന്ത് കാണണം. ഒതുക്കി വെച്ച തേങ്ങയില്ലേ, അത് ഇതിനകത്തേക്ക് ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തു. കപ്പങ്ങ കൂട്ടുവാണേ. നന്നായിട്ട് വെന്തു. നമുക്കിനി ഇളക്കി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന ഇതും കൂടി കൊണ്ടുപോവാം. കരിവേപ്പില ഇതെല്ലാം ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ ചൂടിലിരുന്ന് ആയിക്കോളും. നല്ല മണം വരുന്നത്. ഈ രൂപത്തിലായി. പപ്പായ തോരൻ ഒട്ടും കുഴയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞ കളറ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല ജീരകത്തിൻ്റെയും തേങ്ങയുടെയും നല്ല വെളിച്ചെണ്ണയും എല്ലാത്തിൻ്റെയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പണ്ടൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ. വീട്ടിൽ പപ്പായ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇന്നും പപ്പായയാണോ. പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. ഇപ്പൊക്കെ എല്ലാവരും ഇത് ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാറുണ്ട്. ഇതിനകത്ത് ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്, ഫൈബർ കണ്ടന്റ് ഉണ്ട്.
ഇൻഡൈജഷൻ ഒരുപാട് നല്ലതാണ്. പിന്നെ ഡയബറ്റിക് പേഷ്യന്റിന് വളരെ നല്ലതാണ്. ഇതിനകത്ത് ലോ ഗ്ലൈസിമിക് ആസിഡ് ആണുള്ളത്. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നാട്ടിൽ ഒരു തൈ വെക്കുന്നതും അതിങ്ങനെ പപ്പായൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ നല്ലതാണ്. ഇത് പഴുപ്പിച്ച് കഴിക്കാൻ ഇത്ര ടേസ്റ്റ് അല്ലേ. അതിൻ്റെ ആ ഓറഞ്ച് കളറിലുള്ള ഒരു പപ്പായ കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ്. പിന്നെ ഇതുകൊണ്ട് ഒരുപാട് പേര് സ്മൂത്തി അടിച്ചു കുടിക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ടും പച്ചയും പഴുത്തതും സ്മൂത്തിയും എല്ലാം നല്ല ഗുണങ്ങളാണ്. എല്ലാവരും ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല ഇനി വേറെ റെസിപ്പി ആണെങ്കിൽ ഒന്ന് പറയണേ. ഇത് ഞങ്ങളുടെ ചിറ്റയുടെ റെസിപ്പിയാണത്. അവിടെ ചെല്ലുമ്പോൾ ചിറ്റയുടെ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതിലും ടേസ്റ്റാണ്. എന്തായാലും ചിറ്റ പറഞ്ഞതനുസരിച്ചൊക്കെ ഉണ്ടാക്കി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പായത്തോരൻ.